നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധവുമായി സമരത്തിനിറങ്ങി എംഎസ്എഫും മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇവർ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് രാവിലെയും വൈകുന്നേരവുമായി മാർച്ച് നടത്തിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. പരീക്ഷാ ക്രമക്കേടുകൾ അവസാനിപ്പിക്കുക, സുതാര്യമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുക, വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് എംഎസ്എഫ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സമരം നടത്തിയത്. ഇതിന്റെ ഭാഗമായി എംഎസ്എഫ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി വിദ്യാർത്ഥികൾ അണിചേർന്നു. തുടർന്ന് BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. MSF മണ്ഡലം പ്രസിഡന്റ് MTP ഉസ്മാൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസ്ഹറുദ്ദീൻ മണിയനോടി, ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി VPP ഷുഹൈബ്, തൃക്കരിപ്പൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ TS നജീബ്, അർഷാദ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി MT സാലിം സ്വാഗതം പറഞ്ഞു. MSF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയകോട്ടയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സമരം നടത്തിയത്. MK റഷീദ് ഹാജി സമരം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുനവർ കല്ലൂരാവി സമര സാഹചര്യം വിശദീകരിച്ചു. ഈ കുറഞ്ഞ പേര് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തിയത്, നിങ്ങൾ ആരെ തൊട്ട് കളിച്ചാലും അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തൊട്ട് കളിക്കരുത് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് 10 വർഷത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP 10 വർഷത്തിനുള്ളിൽ നിരവധി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അയാസ് നമ്പ്യാർ കൊച്ചി, സിദ്ദിഖ് ബാവാനഗർ, മിഥിരാജ് വാഫി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.